ഭക്തകവികളായ ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനമായൊരു ആരാധനാലയമാണ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീവല്ലഭ മഹാക്ഷേത്രം. പഴക്കം കൊണ്ടും വിസ്തീർണം കൊണ്ടും കേരളത്തിലെ തന്നെ വലിയ ദേവാലയങ്ങളിൽ ഒന്നത്രേ ശ്രീവല്ലഭ മഹാക്ഷേത്രം. തിരുവല്ല കായംകുളം സംസ്ഥാന പാതയിൽ തിരുവല്ല നഗരത്തിൽ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ രാമപുരം മാർക്കറ്റ് ജംഗ്ഷനിലെത്താം. അവിടെ നിന്നും 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. തിരുവല്ലയാണ് ശ്രീവല്ലഭ ക്ഷേത്രത്തിനു സമീപമുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ. പ്രധാന പ്രതിഷ്ഠകളായ മഹാവിഷ്ണു കിഴക്കോട്ട് ദർശനമായും സുദർശനമൂർത്തി പടിഞ്ഞാറോട്ട് ദർശനമായും വാണരുളുന്ന ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ശ്രീവല്ലഭൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതീവ ശാന്തഭാവത്തിലാണ് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു കുടികൊള്ളുന്നത്. വിരാട് പുരുഷനായാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം. പഴയ കേരളത്തിലെ 64 ഗ്രാമങ്ങളിലെ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രഭൂമികയാണ് തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം. അക്കാലത്ത് അതിന്റെ പടിഞ്ഞാറ് ഭാഗം മുഴുവൻ കടലായിരുന്നു. ഈ കടലിലാണ് വല്ലയാർ എന്നറിയപ്പെട്ടിരുന്ന മണിമലയാർ പതിച്ചിരുന്നത്. അങ്ങനെ വല്ലയാറിന്റെ വായിൽ, അതായത് നദീമുഖത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വല്ലവായ് എന്നറിയപ്പെട്ടു. വല്ലവായിൽ ദേവസാന്നിധ്യമുണ്ടായപ്പോൾ തിരുവല്ലവായ് എന്നും കാലാന്തരത്തിൽ അത് ലോപിച്ച് തിരുവല്ല എന്നായി മാറിയെന്നാണ് വിശ്വാസം. ചരിത്രകാരന്മാരുടെ നിഗമനപ്രകാരം സുദർശനമൂർത്തിയുടെ വിഗ്രഹമാണത്രേ ഇവിടെ ആദ്യം പ്രതിഷ്ഠിക്കപ്പെട്ടത്. പിന്നീട് ക്ഷേത്രത്തിൽ വൻ നവീകരണം നടത്തിയ ശേഷമാണത്രേ ശ്രീവല്ലഭ പ്രതിഷ്ഠ നടത്തിയത്. ആദ്യകാലത്ത് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം പത്തില്ലത്തിൽ പോറ്റിമാർക്കായിരുന്നു. അക്കാലത്ത് ക്ഷേത്രത്തിൽ 15 മേൽശാന്തിമാരും 180 കീഴ്ശാന്തിമാരും സ്ഥിരമായി ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ തിരുവല്ല ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നു. മികച്ചൊരു വിദ്യാഭ്യാസ കേന്ദ്രം കൂടിയായിരുന്ന തിരുവല്ലയിലെ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തിരുവല്ലശാല എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടന്നു വന്നിരുന്നു. വേദങ്ങൾ, വേദാന്തങ്ങൾ, വ്യാകരണം, മീമാംസ, ജ്യോതിഷം, ആയുർവേദം, കളരിപ്പയറ്റ് തുടങ്ങിയവ ഇവിടെ പഠിപ്പിച്ചിരുന്നു. ആയിരത്തി 1968 വരെ ധനുമാസത്തിലെ തിരുവാതിര നാളിലും മേടമാസത്തിലെ വിഷുനാളിലും മാത്രമേ സ്ത്രീകൾക്ക് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിരുന്നുള്ളൂ. മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ ഭഗവാനെ കാട്ടാളനായി ഒരുക്കിയിരുന്നു. എന്നാൽ 1968 സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചതു മുതൽ കാട്ടാളവേഷം ഓർമ്മയായി. പ്രാചീനകാലത്ത് 3000-ലധികം ബ്രാഹ്മണ ഇല്ലങ്ങൾ ഉണ്ടായിരുന്ന തിരുവല്ല ദേശത്തെ ഒരു പ്രധാന ഇല്ലമായിരുന്ന ശങ്കരമംഗലത്ത് മന അഥവാ ചങ്ക്രോത്ത് മഠവുമായി ശ്രീവല്ലഭ ക്ഷേത്രത്തിന് ഐതിഹ്യപരമായ ബന്ധം തന്നെയാണുള്ളത്. ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം കൂടിയാണ് ശങ്കരമംഗലത്ത് മന. പുലർച്ചെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും
വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ് തിരുവല്ല ശ്രീ വല്ലഭസ്വാമി ക്ഷേത്രത്തിലെ ദർശന സമയം. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം. രാവിലെ 8 മണിക്കുള്ള പന്തീരടി പൂജ ക്ഷേത്ര മൂലസ്ഥാനമായ ശങ്കരമംഗലത്ത് മനയിലാണ് നടക്കുന്നത്. വ്യത്യസ്തമായ വഴിപാട് സമ്പ്രദായങ്ങളാൽ സമ്പന്നമാണ് തിരുവല്ല ശ്രീവല്ലഭക്ഷേത്രം. പാളയിലച്ചോറും പടറ്റിപ്പട നിവേദ്യവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ഉച്ചപൂജയ്ക്ക് ഭഗവാന് പാളയിലയിൽ ചോറ് നിവേദിക്കുന്നതാണ് പാളയിലച്ചോറ് നിവേദ്യം. പാൽപായസം, പുരുഷ സൂക്താർച്ചന, വിഷ്ണു സഹസ്രനാമാർച്ചന, അപ്പം, അട, കളഭാഭിഷേകം തുടങ്ങിയവയാണ് മറ്റു വഴിപാടുകൾ. നിത്യേന കഥകളി പ്രധാന വഴിപാടായി നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രവും തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രമാണ്. കിഴക്കേ ഗോപുരത്തിന് മുന്നിലുള്ള മണ്ഡപത്തിൽ നിത്യേന കഥകളി വഴിപാടായി അരങ്ങേറി വരുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയായ സുദർശനമൂർത്തി വൈഷ്ണവാംശമായതിനാൽ വൈഷ്ണവ പ്രീതികരമായ വഴിപാടുകൾ നടത്തിവരുന്നു. പ്രധാന പ്രതിഷ്ഠകളായ ശ്രീവല്ലഭനും സുദർശനമൂർത്തിയും കൂടാതെ ഗണപതി, അയ്യപ്പൻ, ദക്ഷിണാമൂർത്തി, വരാഹമൂർത്തി, വിഷുപ്സേനൻ, ഗരുഡൻ, മായയക്ഷി, നാഗദൈവങ്ങൾ, ദുർവാസാവ്, ഗുരു അപ്പസ്വാമി എന്നിവർ ഉപദേവന്മാരായി തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ വാഴുന്നു. കുംഭമാസത്തിലെ ഉത്രട്ടാതി നാൾ കൊടിയേറി 10 ദിവസത്തെ ഉത്സവമാണ് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നടന്നുവരുന്നത്. ഉത്സവത്തെ കൂടാതെ മീനമാസത്തിലെ ഉത്രനാൾ നടന്നുവരുന്ന ഉത്രശ്രീബലിയാണ് തിരുവല്ല ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വിശേഷാവസരം. സമീപ പ്രദേശങ്ങളിലുള്ള ആലുംതുരുത്തി, കരുനാട്ടുകാവ്, പടപ്പാട് എന്നീ ക്ഷേത്രങ്ങളിലെ ദേവിമാർ ശ്രീവല്ലഭ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്ന ചടങ്ങാണ് ഉത്രശ്രീബലി. ദർശന സായുജ്യം തേടി തന്റെ സന്നിധിയിലെത്തുന്ന ഭക്തരിൽ സർവ്വ ഐശ്വര്യങ്ങളും ചൊരിഞ്ഞ് ദേശദേവനായി വിളങ്ങുകയാണ് ശ്രീവല്ലഭസ്വാമി തിരുവല്ലയിൽ. പ്രസിദ്ധമായ കവിയൂർ ശ്രീമഹാദേവ ക്ഷേത്രമാണ് ശ്രീവല്ലഭ ക്ഷേത്രത്തിന് സമീപ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ക്ഷേത്രം.